തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പനങ്ങാട്ടേല ഡിവിഷൻ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച ശാലിനിയാണ് കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ശാലിനിക്കെതിരെ RSSും സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയതിൽ മനം നൊന്താണ് ആത്മഹത്യാ ശ്രമമെന്നാണ് ആരോപണം. RSS പ്രാദേശിക നേതൃത്വം പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ പ്രചരിപ്പിച്ചെന്ന് ശാലിനി പറഞ്ഞു. എന്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം തീരുമാനമായിരിക്കുമായിരുന്നു. പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എല്ലാ തീരുമാനമായിരിക്കുമായിരുന്നു. അപ്പോൾ സംഘത്തിന്റെ ചില പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ എന്നോടും എൻ്റെ കുടുംബത്തോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുകയും എന്നെ ഇവിടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പാർട്ടിയെ പ്രഷർ ചെയ്യുകയും ചെയ്തിരുന്നു. പോരാത്തതിന് എൻ്റെ വ്യക്തിപരമായിട്ട് ഒരുപാട് അധിക്ഷേപിക്കുന്ന രീതിയിൽ പല പ്രചരണങ്ങളും നടത്തി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അതിൻ്റെ മനോവിഷമത്തിൽ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, തിരുവനന്തപുരത്ത് ബി.ജെ.പിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെ ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്യുന്നു, കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിത്വം നൽകിയില്ല എന്ന് പറഞ്ഞ് ബി.ജെ.പി. പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുന്നു, ഇപ്പോൾ ഒരു ബി.ജെ.പി. പ്രവർത്തകയുടെ ആത്മഹത്യാ ശ്രമത്തിന്റെ വാർത്തയും പുറത്തുവരുന്നു. എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഷഫീദ്? ദിലീപ് കുമാർ, തിരുവനന്തപുരത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയിൽ വലിയ തരത്തിൽ തലവേദന ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടാകുന്നത്. അതിൽ ഈ RSSനെതിരെ അടക്കം ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. തിരുമല അനിലിന്റെ ആത്മഹത്യ, കഴിഞ്ഞ ദിവസം തൃക്കണ്ണാപുരത്തെ ബി.ജെ.പി. പ്രവർത്തകന്റെ ആത്മഹത്യ, ഇതിന് പിന്നാലെയാണ് നെടുമങ്ങാട് ഒരു ബി.ജെ.പി. പ്രവർത്തക ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മഹിളാ മോർച്ച നോർത്ത് ജില്ലാ സെക്രട്ടറിയും ബി.ജെ.പിയുടെ സജീവ പ്രവർത്തകയുമാണ് ശാലിനി സെൽ എന്ന നെടുമങ്ങാട്ടുകാരി. മുൻപ് 2 തവണ ബി.ജെ.പിക്ക് വേണ്ടി മത്സരിച്ചിട്ടുമുണ്ട്. ഈ നെടുമങ്ങാട് പനക്കോട്ടല വാർഡിൽ മത്സരിക്കാമെന്ന ധാരണയുടെ പുറത്ത് ശാലിനി പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചിരുന്നു. എന്നാൽ ബി.ജെ.പി. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ആയില്ലെങ്കിലും RSS പ്രാദേശിക നേതൃത്വം ശാലിനിയെ തഴഞ്ഞ് മറ്റൊരാളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതോടെയാണ് ശാലിനി മാനസിക വിഷമത്തിലായത്. ഇന്നലെ അർദ്ധരാത്രിയിൽ വീട്ടിൽ വെച്ച് കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു. ബന്ധുക്കൾ കണ്ടതിനാൽ ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ അപകടനില തരണം ചെയ്ത് ശാലിനി ആശുപത്രി വിട്ടിട്ടുണ്ട്. എന്നാൽ RSS പ്രാദേശിക നേതൃത്വത്തിനെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ അത് ഉയർത്തുന്നുണ്ട്. അതായത് RSSന്റെ താല്പര്യമുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ ശാലിനിക്കെതിരെ അപവാദ പ്രചരണങ്ങളും വ്യക്തിഹത്യയും RSS പ്രാദേശിക നേതൃത്വം നടത്തി എന്നുള്ളതാണ് ശാലിനിയുടെ ആരോപണം. വാർഡിന് പുറത്തേക്കിറങ്ങാൻ പോലും പറ്റാത്തത്ര രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും തെറ്റായ ആരോപണങ്ങളും തനിക്കെതിരെ ഉയർത്തി. താൻ മത്സരിച്ചാലും തന്നെ തോൽപ്പിക്കാനുള്ള നീക്കങ്ങൾ RSS പ്രാദേശിക നേതൃത്വം നടത്തുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ശാലിനി ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനമായില്ലെങ്കിലും ഇന്ന് രാവിലെ മുതൽ വാർഡിൽ മറ്റൊരാൾ ഈ പ്രചാരണ പരിപാടികളുമായി സജീവമായിട്ടുണ്ട്. നെടുമങ്ങാട് നഗരസഭയിലെ 42 വാർഡുകളിൽ 7 ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ പനക്കോട്ടല വാർഡിൽ 3 പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും ബി.ജെ.പി. നേതൃത്വം വിശദീകരിക്കുന്നു. ദിലീപ് കുമാർ. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയിലേക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്ന് ബി.ജെ.പി. പ്രവർത്തക യുവമോർച്ചയുടെ ജില്ലാ നേതാവ് ശാലിനി സനൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.